ഈ ചോദ്യത്തിനുപരിയായിട്ട് നിങ്ങളുടെ ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ BJP-യുടെ പ്രതിനിധി അദ്ദേഹത്തിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരം പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മതവിഭാഗം ഈ നിയമത്തിന് വെളിയിലാണ് എന്ന് രാജ്യം മൊത്തം മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം അത് മനസ്സിലാക്കി. BJP പൊതുവെ എടുത്തൊരു നിലപാടാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല, അതുകൊണ്ട് നടപ്പിലാക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞത് പ്രാഥമികമായ വിവരമുണ്ടല്ലോ, ഈ ഒരു മതവിഭാഗം അതിൽ നിന്ന് ഒഴിവാണ് എന്നുള്ള പ്രാഥമിക വിവരം അത് അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം മറച്ചു വയ്ക്കുന്നതാണത്. അത് മറച്ചു വെക്കുന്നതാണോ അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ്? അല്ല, അത് മറച്ചു വെക്കുന്നതല്ല. അദ്ദേഹത്തിന് അതിനെ കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് നിയമം കൊണ്ടുവന്നപ്പോൾ 3 രാജ്യങ്ങളിൽ 6 വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ 6 മതവിഭാഗങ്ങളിൽ 6 വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ മതം എന്നതുകൊണ്ട് എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? അല്ല, അങ്ങനെ ആ നിയമത്തിലില്ല. ക്രിസ്ത്യൻ ആരാ? അങ്ങനെ നിയമത്തിലില്ല. ആ നിയമത്തിൽ അങ്ങനെ ഇല്ല. ക്രിസ്ത്യൻ നിയമത്തിൽ അങ്ങനെ ഇല്ലെന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ. അങ്ങനെയല്ല, ഹിന്ദുവല്ലേ? അങ്ങനെയല്ല, വിഭാഗത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ നിയമത്തിലല്ലേ. ആരൊക്കെ ഉണ്ടെന്നെങ്കിലും പറയും. ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ അവർ റിലീജിയസ് പെർസിക്യൂഷൻ എന്റെ ഭാഗമായി വരുന്ന ആളുകൾ എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞു? ഇപ്പോൾ രോഹിംഗ്യൻസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ശ്രീ ജിൻഡോ പറഞ്ഞു, 10 വർഷക്കാലം ഇവരുടെ ഗവൺമെന്റ്, UPA ഗവൺമെന്റ് ഞങ്ങൾക്ക് തൊട്ടു മുമ്പേ ഭരിച്ചല്ലോ. ആർക്കെങ്കിലും പൗരത്വം കൊടുത്തോ? അതാണ് ചോദ്യം. ഏതെങ്കിലും മുസ്ലിംസിന് പൗരത്വം കൊടുത്തോ? അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് തൊട്ടു മുമ്പ് അവരായിരുന്നല്ലോ. വർഷക്കാലം ഭരിച്ചിട്ടും ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തിൽ ആളുകൾക്ക് പൗരത്വത്തെ കുറിച്ച് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമാറിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്നെല്ലാം വന്നിട്ട് 11 ലക്ഷത്തോളം രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്. 11 ലക്ഷത്തോളം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ വളരെ കൃത്യമായി സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നാച്ചുറലൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് കൊടുത്താലും ഇല്ലെങ്കിലും ഈ രാജ്യത്ത് 11 വർഷം അഭയാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് ഡോക്യുമെന്റ് ഹാജരാക്കി പൗരത്വത്തിന് അപേക്ഷിച്ചാൽ കിട്ടും. അതിന് കോൺഗ്രസിന്റെ BJP-യുടെ CPM-ന്റെ വേണ്ട. പക്ഷേ നിങ്ങൾ അതിനെ അട്ടിമറിച്ചു. 5 വർഷമാക്കി ചുരുക്കി. അതിൽ നിന്ന് മുസ്ലിമിനെ പുറത്തു കളഞ്ഞു. രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് BJP ഭരണകാലത്തല്ലല്ലോ. രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് BJP ഭരണകാലത്തല്ല. രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് UPA ഭരണകാലത്തും അതിന് മുൻപുള്ള കാലഘട്ടത്തിലുമാണ്. ചോദിച്ച ചോദ്യമുണ്ടല്ലോ, BJP-യുടെ അഭിപ്രായം എന്താ? റോഹിംഗ്യൻ മുസ്ലിംസിന് പൗരത്വം കൊടുക്കണമെന്നാണോ വേണ്ടെന്നാണോ? സെയിം അഭിപ്രായമാണ്. ഏതഭിപ്രായം? പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. ബംഗാളിലെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇവരുടെ സർക്കാർ എങ്ങനെയാ പുറത്തു പോയത്? ഇവരുടെ സർക്കാർ മ്യാൻമാറിൽ നിന്ന് വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പൗരത്വം കൊടുക്കണമോ വേണ്ടോ? പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിൽ, നിയമ സംവിധാനത്തിൽ, അത് പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന കാര്യത്തിലാണെങ്കിൽ ആർഷോയുടെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ് സാർ. നിങ്ങളിപ്പോ മ്യാൻമാറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആർഷോ ചോദിച്ചത്. റോഹിംഗ്യൻ മുസ്ലിംസിന് പൗരത്വം CAA-യുടെ ഭാഗമായി കൊടുക്കണമോ വേണ്ടയോ? സിമ്പിൾ. കൊടുക്കണ്ട എന്നുള്ളതാണല്ലോ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ നിയമം. അതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? റോഹിംഗ്യൻ മുസ്ലിംസ് അവിടെ നിൽക്കട്ടെ. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴിൽ നിന്ന് വരുന്ന ഒരു വിഭാഗത്തിൽ കൊടുക്കാത്ത എന്തുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? അതാ ഞാൻ പറഞ്ഞത്. എന്റെ സുഹൃത്ത്, ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചപ്പോ അദ്ദേഹം അതും കൂടി വിട്ടുപോയി. അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സംബന്ധിച്ച് എന്നുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലോ. മതം എങ്ങനെയാണ് സാർ? ആ ചോദ്യത്തിലേക്ക് വീണ്ടും താങ്കൾ എന്തിനാണ് ശ്രീലങ്ക ഒഴിവാക്കിയത്? എന്തിനാണ് മ്യാൻമാർ ഒഴിവാക്കിയത്? എന്തിനാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടാത്ത അഫ്ഗാനിസ്ഥാനെ ചേർത്തത്? ഇന്ത്യയുടെ ചരിത്രവുമായി, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രവുമായി രാഹുൽ ഗാന്ധി ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നാണല്ലോ ആരോപണം. ജിൻഡോന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും അടുപ്പുകല്ല് പോലെ ഇരുന്ന് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ 3 ചെയറിൽ ഇരുന്ന് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ വർഗീയതയല്ല, ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനുഷ്യത്വപരമായ അവകാശങ്ങളാണ്. അവിടെ അവർക്ക് ഭക്ഷ്യസുരക്ഷ
അവർക്ക് പൗരത്വത്തിന് പകരം വിവരാവകാശം നിയമം കൊണ്ടുവന്നു. വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂളുകൾ കൊണ്ടുവന്നു, പൗരാവകാശമാക്കി. അരുണിന്റെ ആങ്കർ എന്നുള്ള നിലക്ക് അങ്ങയുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ അതേസമയം അങ്ങ് തെറ്റിദ്ധാരണജനകമായി എന്താണ് സാർ തെറ്റിദ്ധാരണ? കൊടുത്തോന്ന് ചോദിച്ചത് ഈ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ അങ്ങനെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്ന് കൊടുത്തോ? ഇതേ കോൺഗ്രസിന്റെ കാലത്തല്ലേ 1955 പൗരത്വ നിയമം കൊണ്ടുവന്നത്? പൗരത്വ നിയമം കൊണ്ടുവന്നത് ഇതേ ജിറ്റോയുടെ പാർട്ടി, ഇതേ ജവഹർലാൽ നെഹ്റു കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴല്ലേ പൗരത്വ നിയമം കൊണ്ടുവന്നത്? 1955 അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ദാസ്യപ്പണി ചെയ്യാൻ പോയ ചില ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. അന്ന് ജവഹർലാൽ നെഹ്റു പൗരത്വം കൊടുക്കുമ്പോ ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ തിരിച്ചു വെക്കുന്ന കോൺഗ്രസ് കൊണ്ടുവരാൻ ഞാൻ തന്നെ ചോദിക്കുന്നത്. കോൺഗ്രസ് ആണ് നയമില്ലെന്നേ. ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 55 ശേഷം 6 പ്രാവശ്യത്തോളം പൗരത്വവുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റുകൾ ഉണ്ടായി. ഈ 70 വർഷക്കാലം ഒരു പൗരനും ഈ രാജ്യത്ത് നിന്ന് വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ചർച്ച നടന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ചോദിച്ചു ഏത് മതവിഭാഗമാണ് അതിൽ നിന്ന് ഒഴിവായിട്ടുള്ളത്, അത് താങ്കൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് സർ നോക്കൂ, ഇതിൽ ബി ജെ പിക്ക് ശബ്ദമില്ലാതാവുന്നത് ഇത് അങ്ങ് പഠിക്കാതെ വന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. ബി ജെ പി ഇതിൽ ഡിഫൻസിലാണ്, പ്രതിരോധത്തിലാണ്. ഇന്ത്യയുടെ ഒരു ചർച്ചയ്ക്ക് പോലും പ്രധാനമന്ത്രി തയ്യാറാവാത്ത കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രി അസം കെട്ടിപ്പോയി വെല്ലുവിളിക്കുക. ആരുണ്ടടാ എന്നെ വെല്ലുവിളിക്കാൻ? കീലേറി അച്ചുവിനെ പോലെ ആകരുത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒറ്റ കാര്യമുള്ളൂ പറയാൻ. ഇവിടെ വന്ന് ചർച്ച ചെയ്യണം സാർ. ചുരുങ്ങിയ പക്ഷം രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചല്ലോ. ആ രാഹുൽ ഗാന്ധിയോട് ഒരു സംവാദത്തിനെങ്കിലും മിനിമം ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാവണം. ആ തയ്യാറാകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങിപ്പോൾ നിശബ്ദനായതുപോലെ നിശബ്ദനാക്കേണ്ടി വരും. ഞാൻ നിശബ്ദനായത് അങ്ങൊരു ഉദാഹരണം പറഞ്ഞതുകൊണ്ട് അങ്ങേക്ക് പറയാവുന്നതാണോ എന്ന് അങ്ങ് തിരിച്ച് ചിന്തിക്കേണ്ടതാണ്. അങ്ങ് എനിക്കെതിരെ പറഞ്ഞ ഉദാഹരണം അങ്ങേക്ക് പറയാൻ പറ്റുന്നതാണോ എന്നുള്ളത് അങ്ങ് ആലോചിക്കണം. ഞങ്ങൾക്ക് ഒരു ശബ്ദവും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഈ നിയമം നടപ്പായതും ഞങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി ആ നിയമത്തെ അംഗീകരിച്ചത്.